ഹൗസ്ഫുള്ളായി പുതിയംഗം ഗവൺമെന്റ് യു പി സ്കൂൾ. കുട്ടികളില്ലാതെ വിദ്യാലയങ്ങൾ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് മാസങ്ങൾക്ക് മുൻപേ അഡ്മിഷൻ അവസാനിപ്പിച്ച അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ വിദ്യാലയം. പരമാവധി അഡ്മിഷൻ നൽകിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയംഗം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവേശനം ഫെബ്രുവരിയിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നത്. മികച്ച അധ്യയന നിലവാരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് സമീപ പഞ്ചായത്തുകളിൽ നിന്നും രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. LKG മുതൽ 7ാം ക്ലാസ് വരെ 26 ക്ലാസുകളുണ്ട്. 900 വിദ്യാർത്ഥികളാണുള്ളത്. 2 കോടി രൂപ ചെലവിൽ പുതിയ ക്ലാസ് മുറികൾ സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം സജ്ജമാക്കിയിരിക്കുന്നത്. 5000-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറി, സയൻസ് ലാബ്, ശീതീകരിച്ച കമ്പ്യൂട്ടർ ലാബ് എന്നിവയുമുണ്ട്. IT അധിഷ്ഠിത പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ എന്നിവയും ലഭ്യമാണ്. മുൻ MLA KD പ്രസന്നന്റെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 500 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തി നടന്നുവരികയാണ്. സംസ്ഥാന സർക്കാർ കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മികച്ച പൊതുവിദ്യാലയങ്ങളെ കണ്ടെത്താൻ നടത്തിയ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ മികച്ച വിദ്യാലയത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും കരസ്ഥമാക്കി. കുട്ടികളുടെ വിവിധ കഴിവുകൾ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിന് ടാലന്റ് ലാബുകൾ ഇവിടെയുണ്ട്. ഗൃഹസന്ദർശന പരിപാടിയായ ഊഷ്മളം, കൂട്ടുകൂടാം, ഒപ്പമെത്താം, കൺസൾട്ട് യുവർ ടീച്ചർ ഇൻസൈറ്റ്, റിംഗ് മാസ്റ്റർ എന്നിവ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ മികവ് കൂട്ടുന്നു. സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതിയിലൂടെ ഒരു കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകി. 9 ലക്ഷം രൂപയാണ് കുട്ടികൾ ഇതിനായി സമാഹരിച്ചത്. സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സദാ സന്നദ്ധരായ അധ്യാപകരാണ് വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനാധ്യാപകൻ VJ ജോൺസൺ വിശദീകരിച്ചു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വളരെ ചിട്ടയായ അക്കാദമിക പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഫെബ്രുവരി മാസത്തോടെ തന്നെ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. പൊതുവിദ്യാലയങ്ങളെ നമ്മുടെ സമൂഹത്തിലെ രക്ഷിതാക്കൾ ഇന്നും വളരെ താല്പര്യത്തോടെ കാണുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഓരോ കുട്ടിയെയും സംബന്ധിച്ചിടത്തോളം കൃത്യമായ പരിശോധന നടത്തി അവർക്കാവശ്യമായ പിന്തുണ നൽകി അവരുടെ സാധ്യതയ്ക്കനുസരിച്ച് അവരുടെ മികവുകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ആ പ്രവർത്തനങ്ങൾ ചിട്ടയായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. ശ്രമകരമായ ഒരു ദൗത്യമാണിത്. എങ്കിലും ആ ദൗത്യം നാം ഏറ്റെടുത്താൽ അത് വിജയം കാണും എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും വ്യക്തമാണ്. വൈവിധ്യങ്ങളാർന്ന പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.